ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കയ്യിലിരിക്കുന്ന മുക്കുറ്റിയാണ്. ഇത് ചെറിയ മുക്കുറ്റിയാണ് കേട്ടോ. അപ്പം നമ്മൾ മുക്കുറ്റി ഉപയോഗിച്ചിട്ട് മുക്കുറ്റി രസായനം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. മുക്കുറ്റിക്ക് ഒരുപാട് ഔഷധ ഗുണമുണ്ട്. ദശപുഷ്പങ്ങളിലൊന്നാണ്. നമ്മൾ ഒരുപാട് രീതിയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. അതിനു മുമ്പായിട്ട് ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്നുകൂടി സെലക്ട് ചെയ്യുക. ആയുസ്സും ആരോഗ്യം നേടാനും അതുപോലെ തന്നെ യൗവനം നിലനിർത്താനും സഹായിക്കുന്ന മുക്കുറ്റി രസായനം എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്നത് എന്നാണ് കാണാൻ പോകുന്നത്. മെഡിക്കൽ സയൻസ് ഇന്നത്തെ പോലെ വികസിക്കാത്ത ആ പഴയ കാലത്ത് ധാരാളം ഔഷധ സസ്യങ്ങൾ മുക്കുറ്റി പോലെ തന്നെ പൂർവികർ ഉപയോഗിച്ചിരുന്നു. ആരോഗ്യത്തിനും അതുപോലെ തന്നെ മുടിക്കും സൗന്ദര്യത്തിനും ഒക്കെ ഔഷധ ഗുണം നിറയെ നൽകുന്ന ഇതേപോലുള്ള ഔഷധ സസ്യങ്ങൾ അന്നത്തെ കാലത്ത് മരുന്നിൻ്റെ ഗുണം തന്നെയായിരുന്നു തന്നിരുന്നത്. കേരളത്തിൽ ധാരാളമായിട്ട് കാണുന്ന ഒന്നാണ് മുക്കുറ്റി. ഇത് നിലംപറ്റി വളരുന്ന ഒരു ഔഷധ സസ്യമാണ്. ഇതിന് നിറയെ മഞ്ഞ പൂക്കളാണ് ഉണ്ടാവുക. ഈ ഒരു മുക്കുറ്റി സമൂലം ഔഷധമായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒന്നാണ്. ഒരുപാട് രോഗങ്ങൾക്ക്, ജീവിതശൈലി രോഗങ്ങൾക്ക് ഒക്കെ ഇത് ഉപയോഗിക്കുന്നതാണ്. ആസ്മ, ശ്വാസമുട്ടൽ, അതുപോലെ തന്നെ പൈൽസ്, സ്ത്രീകൾക്ക് പ്രസവശേഷം ഉണ്ടാകുന്ന ഗർഭാശയ ശുദ്ധി വരുത്താൻ, ഇങ്ങനെ പല കാര്യങ്ങൾക്ക് ഈ മുക്കുറ്റി ഉപയോഗിക്കുന്നുണ്ട്. പല രീതിയിലാണ്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ വീഡിയോകളായിട്ട് കാണാം. ഇപ്പോൾ നമുക്ക് യൗവനം നിലനിർത്താനും ആയുസ്സും ആരോഗ്യവും ഒക്കെ നിലനിർത്താനും നേടാനും ഒക്കെ ആയിട്ടുള്ള മുക്കുറ്റി രസായനം നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മുക്കുറ്റി പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി എടുക്കണം. ഇതിൻ്റെ വേര് ഞാനിപ്പോൾ എടുക്കുന്നില്ല, ബാക്കിയുള്ള ഭാഗങ്ങളാണ് എടുക്കുന്നത്. മുക്കുറ്റി രസായനത്തിന് പ്രധാനമായിട്ട് മുക്കുറ്റിയുടെ ഇലകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇല മാത്രമായിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുത്ത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി വേണം എടുക്കാൻ. കാര്യം ഇത് മണ്ണിൽ പറ്റി വളരുന്ന ഒരു ചെടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതുപോലെ വൃത്തിയുള്ള സ്ഥലത്ത് നിൽക്കുന്ന ചെടികൾ വേണം എടുക്കാനും. അപ്പോൾ നമ്മളങ്ങനെ കഴുകിയെടുത്ത മുക്കുറ്റിയാണ് ഇത് ഞാനൊന്ന് അരച്ചെടുക്കാനാണ് പോകുന്നത്. കല്ലിലാണ് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതേപോലെ അരച്ചെടുക്കാവുന്നതാണ്. കല്ലിൽ അരച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് ഇലയാണെങ്കിലും നമുക്ക് അതിൽ നിന്ന് നീര് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ നീര് മാത്രമായിട്ട് പിഴിഞ്ഞ് ഞാനൊരു ചെറിയൊരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുക്കുറ്റി നീര് റെഡിയായി ഇരിപ്പുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്, നമ്മൾ അര ഗ്ലാസ് പാൽ, ഇപ്പം ഞാനിവിടെ കൂടുതൽ പാലൊന്നിച്ച് തിളപ്പിക്കുന്നുണ്ട്. നമുക്ക് ഈ മുക്കുറ്റി രസായനത്തിന് ആവശ്യമുള്ളത് അര ഗ്ലാസ് പാലാണ്. അതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ ചാനലിൽ ഇതുപോലെ നിരവധി വീഡിയോകൾ നല്ല റിസൾട്ടുള്ളതും നാച്ചുറലായിട്ടുള്ളതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അര ഗ്ലാസ് പശുവിൻ പാല് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, പശുവിൻ പാല് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒഴിക്കുന്ന പാല് ഇളം ചൂടുള്ള പാലായിരിക്കാനും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ മുക്കുറ്റി നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇത് വെള്ളമൊന്നും ചേർക്കാത്ത നീര് തന്നെ ആയിരിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ മുക്കുറ്റി രസായനം റെഡി ആയിട്ടുണ്ട്. മുക്കുറ്റി രസായനം കഴിക്കേണ്ട വിധം എന്ന് പറയുന്നത് 3 ദിവസം കൂടുമ്പോൾ രാവിലെ ആഹാരത്തിന് ശേഷം നമുക്ക് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം നിലനിർത്താനായിട്ട് അതേപോലെ തന്നെ യൗവനം നിലനിർത്താൻ ഒക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മുക്കുറ്റി രസായനം സ്റ്റീഫൻ ചേട്ടൻ കഴിച്ചുകൂടി കാണിച്ചു തരുന്നുണ്ട് ഈ വീഡിയോയിൽ. മുക്കുറ്റി രസായനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ. ഇതുപോലെ തന്നെ മുക്കുറ്റി ഉപയോഗിച്ചിട്ട് ഒരുപാട് കൊച്ചു ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള പരിഹാരം നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ വരുന്ന വീഡിയോകളിലായിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജും അതുപോലെ യൂട്യൂബ് ചാനലും നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ ചെയ്തിട്ടുള്ള കൊച്ചു അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.